2 ശമൂവേലിന്റെ പുസ്തകം 8-ാം അധ്യായം. അനന്തരം ദാവീദ് ഫെലിസ്ത്യരെ ജയിച്ചടക്കി മൂലസ്ഥാനത്തിൻ്റെ ഭരണം ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് കരസ്ഥമാക്കി. അവൻ മോവാബ്യരെയും തോൽപ്പിച്ച് അവരെ നിലത്ത് കിടത്തി ചരടുകൊണ്ട് അളന്നു. കൊല്ലുവാൻ 2 ചരടും ജീവനോടെ രക്ഷിപ്പാൻ 1 ചരടുമായി അവൻ അളന്നു. അങ്ങനെ മോവാബ്യർ ദാവീദിന് ദാസന്മാരായി കപ്പം കൊടുത്തു വന്നു. രഹോബിൻ്റെ മകനായി സോബാ രാജാവായ ഹദദേസർ നദീതീരത്തുള്ള തൻ്റെ ആധിപത്യം യഥാസ്ഥാനപ്പെടുത്തുവാൻ പോയപ്പോൾ ദാവീദ് അവനെ തോൽപ്പിച്ചു. അവൻ്റെ വക 1700 കുതിരച്ചേവകരെയും 20,000 കാലാളുകളെയും ദാവീദ് പിടിച്ചു. രഥക്കുതിരകളിൽ 100 മാത്രം വെച്ചുകൊണ്ട് ശേഷം കുതിരകളെയൊക്കെയും കുതിഞ്ഞരമ്പ് വെട്ടിക്കളഞ്ഞു. സോബാ രാജാവായ ഹദദേസറിനെ സഹായിപ്പാൻ ദമ്മേശക്കിനോട് ചേർന്ന് അരാമ്യർ വന്നപ്പോൾ ദാവീദ് അരാമ്യരിൽ 22,000 പേരെ സംഹരിച്ചു. പിന്നെ ദാവീദ് ദമ്മേശക്കിനോട് ചേർന്ന് അരാമിൽ കാവൽ പട്ടാളങ്ങളെ പാർപ്പിച്ചു. അരാമ്യരും ദാവീദിന് ദാസന്മാരായി തീർന്നു കപ്പം കൊടുത്തു വന്നു. ഇങ്ങനെ ദാവീദ് ചെന്നിടത്തൊക്കെയും യഹോവ അവന് ജയം നൽകി. ഹദദേസറിൻ്റെ ഭൃത്യന്മാർക്ക് ഉണ്ടായിരുന്ന പൊൻപരിചകളെ ദാവീദ് എടുത്ത് യെരൂശലേമിലേക്ക് കൊണ്ടുവന്നു. ഹദദേസറിൻ്റെ പട്ടണങ്ങളായ ബേതഹിൽ നിന്നും ബെരോദായിൽ നിന്നും ദാവീദ് രാജാവ് അനവധി താമ്രവും കൊണ്ടുവന്നു. ദാവീദ് ഹദദേസറിൻ്റെ സർവ്വസൈന്യത്തെയും തോൽപ്പിച്ചെന്ന് ഹാമാത്ത് രാജാവായ തോയി കേട്ടപ്പോൾ ദാവീദ് രാജാവിനോട് കുശലം ചോദിപ്പാനും അവൻ ഹദദേസറിനോട് യുദ്ധം ചെയ്ത് അവനെ തോൽപ്പിച്ചതുകൊണ്ട് അവനെ അഭിനന്ദിപ്പാനും പോയി. തോയി തൻ്റെ മകൻ യോരാമിനെ രാജാവിൻ്റെ അടുക്കൽ അയച്ചു. ഹദദേസറിനോട് തോയിയോട് കൂടെ യുദ്ധമുണ്ടായിരുന്നു. യോരാം വെള്ളി, പൊന്ന്, താമ്രം എന്നിവ കൊണ്ടുള്ള സാധനങ്ങളെ കൊണ്ടുവന്നു. ദാവീദ് രാജാവ് ഇവയെ അരാമ്യർ, മോവാബ്യർ, അമ്മോന്യർ, ഫെലിസ്ത്യർ, അമാലേക്യർ എന്നിങ്ങനെ താൻ കീഴടക്കിയ സകല ജാതികളുടെയും പക്കൽ നിന്നും രഹോബിൻ്റെ മകനായി സോബാ രാജാവായ ഹദദേസറിൻ്റെ കൊള്ളയിൽ നിന്നും എടുത്ത് വിശുദ്ധീകരിച്ച വെള്ളിയോടും പൊന്നിനോടും കൂടെ യഹോവയ്ക്ക് വിശുദ്ധീകരിച്ചു. പിന്നെ ദാവീദ് ഉപ്പ് താഴ്വരയിൽ വെച്ച് 18,000 അരാമ്യരെ സംഹരിച്ച് മടങ്ങി വന്നപ്പോൾ തനിക്ക് കീർത്തി സമ്പാദിച്ചു. അവൻ ഏദോമിൽ കാവൽ പട്ടാളങ്ങളെ ആക്കി. ഏദോമിൽ എല്ലായിടത്തും അവൻ കാവൽ പട്ടാളങ്ങളെ പാർപ്പിച്ചു. ഏദോമ്യരെയൊക്കെയും ദാവീദിന് ദാസന്മാരായി തീർന്നു. ദാവീദ് ചെന്നിടത്തൊക്കെയും യഹോവ അവന് ജയം നൽകി. ഇങ്ങനെ ദാവീദ് എല്ലാ ഇസ്രായേലിനെയും വാണു. ദാവീദ് തൻ്റെ സകല ജനത്തിനും നീതിയും ന്യായവും നടത്തിക്കൊടുത്തു. സെരൂയയുടെ മകൻ യോബാബ് സേനാധിപതിയും അഹീലൂദിൻ്റെ മകൻ യഹോഷാഫാത്ത് മന്ത്രിയുമായിരുന്നു. അഹീതൂബിൻ്റെ മകൻ സാദോക്കും അബ്യാഥാറിൻ്റെ മകൻ അഹീമേലേക്കും പുരോഹിതന്മാരും സെരയാ രായസക്കാരനുമായിരുന്നു. യഹോയാദയുടെ മകൻ ബെനയാവ് ക്രേത്യർക്കും പ്ലേത്യർക്കും അധിപതിയായിരുന്നു. ദാവീദിൻ്റെ പുത്രന്മാരോ പുരോഹിതന്മാരായിരുന്നു.